ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൊരു അലക്സിയോസ് പിതാവിന് ആശംസകൾ അറിയിക്കുന്നത് വളരെ ഒരു അഭിമാനമായി ഞാൻ കരുതുകയാണ്. കാരണം ബ്രദർ ജോൺ കുറ്റിയിലായും ഡീക്കൻ ജോൺ കുറ്റിയിലായും ഫാദർ ജോൺ കുറ്റിയിലായും അതുപോലെ തന്നെ യൂഹാനം റമ്പാച്ചനായും ഇപ്പോൾ അലക്സിയോസ് മെത്രാപ്പൊലീത്തയായും ഈ കാലഘട്ടങ്ങളിലൊക്കെ പിതാവിനോടൊപ്പം നിൽക്കുവാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ്. അങ്ങനെ ആകെ ഒരു മെത്രാപ്പൊലീത്തയെ പേര് പറയാനുള്ളൂ ഈ കാലഘട്ടങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് അത് അലക്സിയോസ് പിതാവാണ്. ബാക്കി എല്ലാവരെയും അച്ഛനായതിനു ശേഷവും മെത്രാനായതിനു ശേഷവും മാത്രമാണ് പരിചയമുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈ എല്ലാ തലങ്ങളിലും അഭിനന്ദ പിതാവിനെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ഓർമ്മ 2002 സെമിനാരി ഇന്റർ സെമിനാരി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഫൈനലിൽ അലക്സിയോസ് പിതാവ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കളി പൂർത്തിയാക്കാൻ പറ്റാതെ മസിനെ വിളിച്ച് പുറത്തിലെ കുറച്ച് സമയം ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അന്നാണ് ഞാൻ പിതാവിനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം 2003 സെമിനാരി ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരിദാസച്ചനായിരുന്നു കോച്ച്. അപ്പോൾ തലേ വർഷം അലക്സിയോസ് പിതാവ് ചെക്ക് ചെയ്ത അതേ ആളെ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം കുറ്റിയായിരുന്നു അത് ചെയ്തത്, ഒരു ഷൂട്ട് പോലും ഇടാൻ അനുവദിച്ചിട്ടില്ല, അത് തന്നെയാണ് നീയും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. അന്ന് തൊട്ട് പിന്നീട് ഒരേ കളിക്കളത്തിൽ കളിക്കാൻ, ഒരേ സ്റ്റേജിൽ അഭിനയിക്കാനും, ഒരേ റഫറ്ററിയിൽ ഭക്ഷണം കഴിക്കാനും, ഒരേ ചാപ്പലിൽ പ്രാർത്ഥിക്കാനും ഒക്കെ അഭിനന്ദ പിതാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. പിതാവ് തിരഞ്ഞെടുത്തിരിക്കുന്ന മോട്ടോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സ്നേഹത്തിൻ്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ എന്നുള്ള മോട്ടോയാണ് അഭിനന്ദ പിതാവ് മെത്രാനായതിനു ശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായും തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തക്കവിധമുള്ള മനോഹരമായ ഒരാപ്തവാക്യം ജീവിതത്തിൽ തിരഞ്ഞെടുത്ത് പിതാവിൻ്റെ ജീവിതത്തെ മുഴുവൻ പരിശോധിക്കുമ്പോൾ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അതുപോലെ തന്നെ കരുണയുടെയും ഒക്കെ പങ്കുവയ്ക്കലുകൾ നടത്താൻ അഭിനന്ദ പിതാവിന് സാധിക്കും എന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിതാവ് തിരഞ്ഞെടുത്തിരിക്കുന്ന നാമവും അലക്സിയോസ് എന്ന നാമവും അത് കൂടുതലായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പിതാവ് പൂർണ്ണമായും ദാരിദ്ര്യത്തെ പുൽകിയ ഒരു പിതാവാണ്. എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതെല്ലാം ബോധപൂർവം വേണ്ട എന്ന് വെച്ച് ദാരിദ്ര്യത്തിൻ്റെ അരൂപി സ്വീകരിച്ച ഒരു പിതാവാണ്. തീർച്ചയായും അലക്സിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നുകൊണ്ട് സ്വീകരിക്കുന്നതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനയും അനുഗ്രഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷത്തിൻ്റെ എല്ലാ വർഷവും അവസരവും ക്രിസ്മസ് കാലയളവിൽ അഭിമന്യ ഇറേണീസ് പിതാവ് നമ്മെ ഒന്നിച്ച് വിളിച്ചുകൂട്ടി ആശംസകളും സമ്മാനവും ഭക്ഷണവും ഒക്കെ തരാറുണ്ടല്ലോ. ഇന്നും അതൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതോട് ചേർന്നുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുപിതാവ് അലക്സിയോസ് പിതാവ് മലങ്കര സഭയുടെ ഏറ്റവും പ്രായമുള്ള അപ്പച്ചനായ ഞാൻ, ഏറ്റവും കൊച്ചു പിതാവായ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനയും നേരുകയാണ്. അനുഭവമുള്ള ഒരു ചെറുപ്പക്കാരനായ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഒക്കെയും സമയം മുതൽ തന്നെ
പരിശുദ്ധ കാതോലിക്ക ബാവായോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനും അത് അനുഭവവേദ്യമാക്കി ദൈവജനത്തിനെ പ്രയോജനപ്പെടുത്തുന്നതിനും അത് എടുത്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ സൗന്ദര്യം കൊണ്ടാണോ എന്നറിയത്തില്ല, പിതാവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. തിരുവനന്തപുരത്തെ കത്തീഡ്രൽ പള്ളിയിൽ ഓരോ പിതാക്കന്മാരുടെയും അനൗൺസ്മെന്റ് വരുമ്പോൾ അദ്ദേഹമാണല്ലോ അതിൻ്റെയൊക്കെ ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുക്കുന്നത്. ഞാൻ ചെവിയിൽ പോയി ചോദിക്കും, ഇദ്ദേഹം എന്നത്തേക്കാണ് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഇന്ന് സഫലീകൃതമായി എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പിതാവിൻ്റെതായ ആ വലിയ ചിന്തയിലും ജീവിതത്തിലും സഭയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വലിയ അവസരം പിതാവിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവേ, നമ്മുടെ പത്തനംതിട്ട ഭദ്രാസനമാണല്ലോ മലങ്കര കത്തോലിക്ക തിരുസഭയുടെ പിള്ളത്തൊട്ടിൽ. ഇവിടെയാണല്ലോ പുണ്യവാനായ ധന്യനായ മാരിവാനിയോസ് തിരുമേനി തൻ്റെ ജീവിത ദർശനത്തെ രൂപപ്പെടുത്തിയെടുത്ത പുണ്യസ്ഥലം. പിതാവിന് ധാരാളം അവസരങ്ങൾ ആ പുണ്യ പിതാവിനോടും പരിശുദ്ധ കാതോലിക്ക ബാവായോടും മറ്റ് പിതാക്കന്മാരോടും ചേർന്നുകൊണ്ട് ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയെയും പ്രത്യേകിച്ച് മലങ്കര സഭയെയും ഒരു ഇടയൻ എന്നുള്ള രീതിയിൽ നയിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 38 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ 4 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഒരു അമേരിക്കൻ പണം സംഭാവന ചെയ്തു. 38 വർഷം കഴിഞ്ഞ് 39ാമത്തെ വർഷമാണ്. ഈ പേഴ്സിൽ തന്നെ ഞാനത് സൂക്ഷിക്കുകയാണ്. കോടിക്കണക്കിന് പൈസ ഈ പേഴ്സിൽ വന്നിട്ടുണ്ട് ഈ കാലയളവിൽ. അതെല്ലാം പോയി. ഇനിയും ബാക്കിയുള്ള എന്താണ്? ഈ 38 വർഷത്തിന് മുമ്പുള്ള ഈ 10 പൈസ 4 വയസ്സുള്ള ഒരു പെൺകുട്ടി മാർത്താണ്ഡം ഭദ്രാസനത്തിനു വേണ്ടി ഒരു ദേവാലയത്തിൽ മിഷൻ അപ്പീൽ നടത്തി ഇറങ്ങി വന്നപ്പോൾ അമ്മയുടെ ഒക്കത്തിരുന്ന ആ പെൺകുട്ടി ഒരു മാതാമ കുഞ്ഞ് ഫിലഡൽഫിയയിലുള്ള, അവരുടെ കയ്യിൽ ഒരു ചെറിയ ബാഗ് പെൺകുട്ടികളെ കൊണ്ട് നടക്കും. ആ ബാഗിൽ നിന്നും എനിക്ക് എടുത്തു തന്ന പൈസയാണ്. 10 പൈസ എന്ന് പറഞ്ഞാൽ അതിന് 90 പൈസ നമ്മുടെ ഇതിന് വില വരും. ഇപ്പോൾ ഈ പൈസ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ പിതാവ് ഈ പൈസയിൽ നിന്നാണ് ഈ രൂപതകളൊക്കെയും എന്തെങ്കിലും ഒക്കെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. മരുപ്പച്ചയോ ഹിമശൈല സൈകത സാന്ദ്രതയിൽ തിളങ്ങും നിലാവോ മരുപ്പച്ചയോ
ഹിമശൈല സൈകത സാന്ദ്രതയിൽ മണൽപ്പായ പരപ്പിൽ നിലാവിന്റെ കുസൃതി പൂജ്യരാജാക്കളെ നിഴചിത്രമാക്കി മണൽപ്പായ പരപ്പിൽ നിലാവിന്റെ കുസൃതി പൂജ്യരാജാക്കളെ നിഴചിത്രമാക്കി തിളങ്ങും നിലാവോ മരുപ്പച്ചയോ ഹിമശൈല സൈകത സാന്ദ്രതയിൽ ആകാശപാതയിൽ തരകമന്ന് ദൃശ്യപാതയും കനിഞ്ഞു നൽകി ആകാശപാതയിൽ താരകമന്ന് ദൃശ്യപാതയും കനിഞ്ഞു നൽകി താരാപഥങ്ങളെ തമ്പുരാനായി വാരുളി വിതറി പാതിരാവിൽ താരാപഥങ്ങളെ തമ്പുരാനായി വാരുളി വിതറി പാതിരാവിൽ തിളങ്ങും നിലാവോ മരുപ്പച്ചയോ ഹിമശൈല സൈകത സാന്ദ്രതയിൽ മാലകറ്റി നാഥ പുൽക്കൂടു തീർക്കുവാൻ മാനസേ വന്ന് പാർക്കണം നാഥ മാലകറ്റി നാഥ പുൽക്കൂടു തീർക്കുവാൻ മാനസേ വന്ന് പാർക്കണം നാഥ അഴലിന്റെ മാറാല പൊഴിയുന്ന നേരം അഴകിന്റെ മർമ്മം നിന്നിൽ ഈശോ അഴലിന്റെ മാറാല പൊഴിയുന്ന നേരം അഴകിന്റെ മർമ്മം നിന്നിൽ ഈശോ തിളങ്ങും നിലാവോ മരുപ്പച്ചയോ ഹിമശൈല സൈകത സാന്ദ്രതയിൽ മണൽപ്പായ പരപ്പിൽ നിലാവിന്റെ കുസൃതി പൂജ്യരാജാക്കളെ നിഴചിത്രമാക്കി പൂജ്യരാജാക്കളെ നിഴചിത്രമാക്കി